ആസ്ട്രൽ പ്രൊജക്ഷൻ സാധാരണ കൊലപാതകങ്ങളൊക്കെ നടക്കുമ്പോൾ പല കാരണങ്ങൾ അതിന് പറയാറുണ്ട്. ഈ നന്തൻകോട്ട് കൊലപാതകം നടന്നതിന് ശേഷം കേഡൽ ജിൻസൺ രാജ പറഞ്ഞു എന്തുകൊണ്ടാണ് കൊലപാതകം നടത്തിയതെന്ന് ചോദിച്ചാൽ പറഞ്ഞു ആസ്ട്രൽ പ്രൊജക്ഷനാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ആദ്യമായിട്ടാണ് മലയാളികൾ ഒരുപക്ഷെ കേട്ടിട്ടുള്ളവരുണ്ട്, എന്നാലും പൊതുസമൂഹത്തിലേക്ക് അങ്ങനെ ഒരു വാക്കെത്തുന്നത് ആദ്യമായിട്ടാണ്. ആ കേസിൻ്റെ വിധി ഉടൻ തന്നെ വരികയാണ്. കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചിരിക്കുന്നത്. 8 വർഷത്തിന് ശേഷം കേഡൽ ജിൻസൺ രാജ 4 പേരെയാണ്, അച്ഛനും അമ്മയും സഹോദരിയും ഉൾപ്പെടെ ബന്ധു ഉൾപ്പെടെ 4 പേരെയാണ് കൊന്നിരിക്കുന്നത്. ഒരു പ്രത്യേക തരത്തിൽപ്പെട്ട കൊലപാതകി, ഒരു പിടിയും തരാത്ത കൊലപാതകി. അയാളുടെ എല്ലാ ചിത്രങ്ങളും നമ്മൾ എടുത്തു നോക്കിയാൽ അറിയാം, അയാൾ ചിരിച്ചുകൊണ്ടാണ് ക്യാമറയെ അഭിമുഖീകരിക്കുന്നത്, ചിരിച്ചുകൊണ്ടാണ്. ഒരു കുറ്റബോധവും അയാൾക്കില്ല. അപ്പോൾ എന്താണ് കേഡൽ ജിൻസൺ രാജയുടെ വിധി വരുമ്പോൾ എന്താ നമുക്ക് പറയാനുള്ളത്? പ്രത്യേകിച്ച് ശ്യാമാണ് അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. കൊലപാതകം ഞാൻ റിപ്പോർട്ട് ചെയ്ത കേസാണ്. പിന്നെ ഇത് 2017 ഏപ്രിൽ 8 കൊലപാതകം. കഴിഞ്ഞ വർഷം നവംബറിലാണ് വഞ്ചിയൂർ അഡീഷണൽ സെഷൻസ് കോടതി 6 ഇതിൻ്റെ വിചാരണ ആരംഭിക്കുന്നത്. അതിനു മുമ്പ് പലതവണ വിചാരണയിലേക്ക് കുറ്റപത്രമൊക്കെ നേരത്തെ കൊടുത്ത കേസാണ്. ഒരുപാട് നേരത്തെ കുറ്റപത്രം കൊണ്ട് സമർപ്പിച്ചിട്ട് തന്നെ വർഷങ്ങളായി. പക്ഷേ കുറ്റപത്രത്തിൽ വിചാരണ ആരംഭിക്കാൻ തീരുമാനിച്ച സമയത്ത് കേഡലിന് മെഡിക്കൽ ബോർഡ് പറഞ്ഞു കേഡൽ മെൻ്റൽ ഹെൽത്ത് വീക്കാണ്, ശരിയല്ല, മാനസികമായി പ്രശ്നമാണ്, അയാളുടെ മാനസിക ആരോഗ്യം എന്ന് പറയുന്നത് മോശമാണ്, അയാൾക്ക് ഈ ഘട്ടത്തിൽ വിചാരണ പറ്റില്ല എന്നൊരു കാര്യം പറയുകയുണ്ടായി. അത് മെഡിക്കൽ ബോർഡ് അത്തരത്തിലൊരു റിപ്പോർട്ട് എഴുതിയപ്പോൾ ഇതിൻ്റെ വിചാരണ വൈകിപ്പോയി. അതിനുശേഷം ഇയാളെ പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നുള്ള ഡോക്ടേഴ്സാണ് ട്രീറ്റ്മെൻറ്റ് കൊടുത്തത്. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് കൊടുത്തു. അത് അവരോട് ഇയാൾ നന്നായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു, നന്നായി സംസാരിച്ചു, കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഒടുവിൽ കഴിഞ്ഞ വർഷം ഏതാണ്ട് ഒക്ടോബർ മാസത്തോടു കൂടി ഇതേ മെഡിക്കൽ ബോർഡ്, നേരത്തെ ഇയാൾക്ക് മാനസികാരോഗ്യമില്ല എന്ന് പറഞ്ഞ അതേ മെഡിക്കൽ ബോർഡ് തന്നെ വീണ്ടും റിപ്പോർട്ട് എഴുതി ഇദ്ദേഹം വിചാരണയ്ക്ക് തയ്യാറായിട്ടുണ്ട്. അങ്ങനെ കഴിഞ്ഞ വർഷം നവംബർ മാസത്തിന് ശേഷം നവംബർ മുതൽ ഇങ്ങോട്ട് ഇദ്ദേഹത്തിൻ്റെ വിചാരണ, കേരള ജിൻസൺ രാജയുടെ വിചാരണ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 6ാം കോടതി എന്ന് പറയുമ്പോൾ അപ്പുറത്തെ കോടതി, അതായത് CBI കോടതിക്ക് ഓപ്പോസിറ്റ് ഉള്ളത്, അവിടെയാണ് ഇതിൻ്റെ വിചാരണ നടന്നുകൊണ്ടിരുന്നത്. വിചാരണയിലൊക്കെ വളരെ ശാന്തനായി വന്നെന്ന് അയാൾ ആ വിചാരണ നേരിട്ടു എന്നുള്ളതാണ് ഈ കേസിൻ്റെ ഒരു പ്രത്യേകത. വളരെ ശാന്തനായി നമ്മൾ കേൾക്കുന്ന അമ്മയെയും അച്ഛനെയും സഹോദരിയെയും ബന്ധുവായിട്ടുള്ള ലളിതയെയും ഒക്കെ കൊന്നുകളഞ്ഞ കേഡൽ ജിൻസൺ രാജ വളരെ കൂളായി ആ കോടതിയിൽ വന്നിരുന്നു, വളരെ ശാന്തനായി വന്നിരുന്നു. അത് അയാളെ പൂജപ്പുര സെൻട്രൽ ജയിലിലാണ് പാർപ്പിച്ചിരിക്കുന്നത്. പൂജപ്പുര സെൻട്രൽ ജയിൽ പാർപ്പിച്ചിരുന്ന സമയത്ത് അയാൾ ഇവിടെ ഒരു പ്രശ്നമുണ്ടാക്കി. ഒരു സഹതടവുകാരനെ കേഡൽ രാത്രിയിൽ ഉറങ്ങിക്കിടക്കവേ ആക്രമിച്ചു. ഉറങ്ങിക്കിടന്ന സഹതടവുകാരൻ്റെ കഴുത്തിൽ അമർത്തി കൊലപ്പെടുത്താനുള്ളൊരു ശ്രമം ഇയാൾ നടത്തിയിരുന്നു. ഒരു അറ്റംപ്റ്റ് നടത്തിയിരുന്നു, മർഡർ അറ്റംപ്റ്റ് അയാൾക്ക് നേരെ നടത്തിയിരുന്നു. ആ എഴുന്നേറ്റോടാൻ ശ്രമിച്ച അയാൾക്ക് നേരെ ഇയാൾ അവിടെ ഉപയോഗിക്കുന്ന പാത്രം വീശി എറിഞ്ഞു. അതിലയാൾക്ക് പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇയാളെ അവിടെ നിന്നും ആ സെല്ലിൽ നിന്നും മാറ്റി ഏകാംഗ തടവിലേക്ക് അവിടേക്ക് മാറ്റിയ ശേഷം പിന്നീട് ഇങ്ങോട്ട് കുറേ കാലം അങ്ങനെയായിരുന്നു. പിന്നീട് ജയിൽ ഉദ്യോഗസ്ഥരോടൊക്കെയുള്ള ഇയാളുടെ ഒരു പെരുമാറ്റം വെച്ച് ഇയാൾ വീണ്ടും നോർമലായി എന്നുള്ള പെരുക്കടയിൽ നിന്നുള്ള റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് ഇയാളെ പിന്നീട് വീണ്ടും എല്ലാവരുടെയും സെല്ലിലേക്ക് കൊണ്ടുവന്ന് ഇട്ടിരിക്കുന്നത്. എല്ലാവരെയും നോക്കി ചിരിച്ചു കാണിക്കുക എന്നുള്ളതാണ് അയാളുടെ ഒരു പ്രത്യേകത. എല്ലാവരെയും നോക്കി ചിരിച്ചു കാണിക്കുക. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. അതായത് ഇപ്പം എന്താ പറയുക, തന്നെ ഉപദ്രവിക്കാൻ വരുന്ന വസ്തുവിന് നേരെ നോക്കി പോലും ഇയാൾ ചിരിച്ചു കാണിക്കും. അപ്പോൾ അങ്ങനെയാണ് ഇയാളുടെ ഒരു പ്രത്യേകത. ഈ കേസിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേസിൽ ദൃക്സാക്ഷി ഐ വിറ്റ്നസ് ഇല്ലാത്തൊരു കേസാണ്. ഇതിൽ കൂടുതലും സാഹചര്യ തെളിവുകളാണ്. സാഹചര്യ തെളിവുകളും അതേ ദിവസം കേഡലിൻ്റെ വീട്ടിൽ കേഡലിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചത്. പ്രോസിക്യൂഷൻ വാദിച്ചു കേഡൽ ഈ സംഭവം നടത്തിയ ശേഷം ആ വീട്ടിൽ നിന്നും ഇറങ്ങി ഓടിച്ചെന്നെത്തുന്നത് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറുടെ മുന്നിലാണ്. അപ്പോൾ ആ ഓട്ടോറിക്ഷ ഡ്രൈവറോട് ഇയാൾ ആവശ്യപ്പെട്ടു എനിക്ക് തമ്പാനൂരേക്ക് പോകണമെന്ന് പറഞ്ഞു. ഒരു ബാഗുമായിട്ടാണ് ഇറങ്ങി ഓടുന്നത്. അപ്പോൾ അവിടെ ഇയാൾ ഇറങ്ങി ഓടുന്ന സമയത്ത് ഇയാൾക്ക് ഓപ്പോസിറ്റായിട്ട് ഫയർ എഞ്ചിൻ വരുന്നുണ്ടായിരുന്നു, കേരള ഫയർഫോഴ്സ് വരുന്നുണ്ടായിരുന്നു. കേരള ഫയർഫോഴ്സ് നമ്മുടെ പവർ ഹൗസ് റോഡിൽ നിന്നുള്ള യൂണിറ്റ്, അതായത് മെയിൻ യൂണിറ്റ് ഉണ്ടല്ലോ, പവർ ഹൗസ് റോഡിലുള്ള കേരള ഫയർഫോഴ്സിൻ്റെ മെയിൻ യൂണിറ്റ്
മെയിൻ യൂണിറ്റിൽ നിന്നുള്ള ഫയർ എഞ്ചിൻ അങ്ങോട്ട് കയറി വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന് ഓപ്പോസിറ്റായിട്ട് അയാൾ ഓടിപ്പോകുന്നത്. ആ ഫയർ എഞ്ചിൻ്റെ ഡ്രൈവർ ഇയാളെ കണ്ടിട്ടുണ്ട്. ഇയാൾ ഇറങ്ങി ഓടുന്നത്, അവിടെ നിന്നും ഈ വീട്ടിൻ്റെ ഇവിടെ നിന്ന് ഓടിപ്പോകുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായില്ല. അപ്പോൾ ഒരാൾ ബാഗുമായി ഓടിപ്പോകുന്നു. അതാണ് ആ ദൃശ്യം. ഒരു നീല ടീഷർട്ടായിരുന്നു അദ്ദേഹം ഈ കേഡൽ ധരിച്ചിരുന്നത്. അവിടെ നിന്നും തമ്പാനൂരേക്ക് പോകുന്ന കേഡൽ ചെന്നൈ മേലിൽ കയറി പൊക്കളഞ്ഞു. ചെന്നൈ മേലിൽ കയറിയിട്ട് പോവുകയായിരുന്നു. അവിടെ നിന്നും ചെന്നൈയിലേക്ക് എത്തിയ കേഡൽ അവിടെ ഹോട്ടലിൽ റൂം എടുക്കുകയും റൂം എടുത്തുകൊണ്ടിരിക്കവേ പിന്നെ തിരുവനന്തപുരത്തു നിന്നുള്ള ACPയുടെ വിളി ഇയാൾക്ക് അവിടെ കിട്ടുകയും ചെയ്തു. ACPയോട് പറഞ്ഞു, ഞാനൊരു കാര്യം അന്വേഷിക്കാൻ വേണ്ടി വന്നതാണ്, അടുത്ത വണ്ടിക്ക് ഞാൻ തിരിച്ചെത്താമെന്ന് പറഞ്ഞു. അപ്പം പോലീസിന് വലിയ റിസ്ക് ഒന്നുമില്ല. പോലീസ് ഇവിടെ നിന്നും ചെന്നൈയിലേക്ക് പോകാൻ വേണ്ടി തയ്യാറെടുക്കുകയായിരുന്നു. ഇയാളുടെ ലൊക്കേഷൻ, എക്സാക്ട് ലൊക്കേഷൻ ഏകദേശമൊക്കെ പോലീസിന് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ചെന്നൈയിലേക്ക് പോകാനുള്ള, അപ്പോൾ ചെന്നൈ പോലീസുമായി ബന്ധപ്പെട്ടു. ഇയാളുടെ ലൊക്കേഷൻ ചെന്നൈയിലാണ് കാണിക്കുന്നതെന്നൊക്കെ നമ്മൾ ചെന്നൈ പോലീസുമായിട്ട് ഇവിടുന്ന് ട്രിവാൻഡ്രം സിറ്റി പോലീസ് ബന്ധപ്പെട്ടു. അപ്പോൾ അതിനുള്ള നടപടികൾ തുടങ്ങുന്നതിനിടെ അദ്ദേഹം പറഞ്ഞു ഞാൻ തിരിച്ചെത്താം എന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ അവിടെ നിന്നും തിരിച്ചു. പോലീസ് ഒരു മെനക്കേടും ഇല്ലായിരുന്നു. മെനക്കെട്ട് ഒരു പണിയും ചെയ്യേണ്ടി വന്നില്ല. തിരികെ ട്രെയിനിൽ, അടുത്ത ട്രെയിനിൽ അയാൾ തിരിച്ച് രാത്രിയോടുകൂടി ഇവിടെ തിരിച്ച് തമ്പാനൂർ വന്നിറങ്ങി. സാധാരണ വളരെ നോർമൽ രീതിയിലാണ് വന്നിറങ്ങിയത്. ഒരു യാത്ര പോയി തിരിച്ചു വന്ന് വീട്ടിലേക്ക് പോകുന്ന രീതിയിൽ കൂളായിട്ട് വന്നു. പോലീസുകാർ വന്നു, പോലീസുകാരടുത്ത് വന്നു. വളരെ മീഡിയ എല്ലാം അറിഞ്ഞു ഇയാൾ വരുന്നുണ്ട്. ഇയാളെ പിന്നെ എന്താ പറയുക, ഇല്ല കൂട്ടിക്കൊണ്ടുപോകാൻ ആൾക്കാർ വരില്ലേ, ബന്ധുക്കളെയൊക്കെ ദൂരെ നിന്ന് വരുന്ന ബന്ധുക്കളെയൊക്കെ വിളിച്ചുകൊണ്ട് പോകാൻ വരുന്ന രീതിയിലാണ് ഇയാളെ വിളിക്കാൻ വേണ്ടി കേരള പോലീസ് ട്രിവാൻഡ്രത്ത് നിന്നത്. ഞാൻ തമ്പാനൂർ വന്നിറങ്ങി കൂളായിട്ട് കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് പിന്നെ ചെന്നൈയിലേക്ക് പോയത് ഇപ്പം തൻ്റെ പ്രവൃത്തിയുടെ കാരണങ്ങൾ തേടി, പ്രവൃത്തി ഫലം കിട്ടിയോ എന്ന് അറിയാൻ വേണ്ടിയാണ് ചെന്നൈക്ക് പോയെന്ന് പറഞ്ഞു. അത് ശരി. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഇയാളെ കൊന്നത് പിന്നെ പ്രൊഫസർ രാജാതങ്കത്തെയാണ്, പിതാവിനെ പ്രൊഫസർ രാജാതങ്കം. അദ്ദേഹം പിന്നെ മാർത്താണ്ഡം കോളേജിലെ പ്രൊഫസറായിരുന്നു, റിട്ടയറാണ്. പിന്നെ രണ്ടാമത് കൊന്നത് പിന്നെ ഈ അമ്മയാണ്, അതായത് ജീൻ പത്മയാണ് രണ്ടാമത് കൊന്നത്. അവരെ കൊല്ലുന്നത് മുകളിൽ കമ്പ്യൂട്ടറിൽ ഞാനൊരു സോഫ്റ്റ്വെയർ പുതുതായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് പോയി കൊന്നുകളഞ്ഞു. മൂന്നാമത് കരോലിൻ പിന്നെ ഈ ഡോക്ടർ ജീൻ പത്മ എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ഡോക്ടറായിരുന്നു. ജനറൽ ആശുപത്രിയിലെ ഡോക്ടറായിരുന്നു. അവർ സൗദിയിൽ അത് കഴിച്ച് അവർ VRS എടുത്തു, റിട്ടയർമെൻറ്റ് എടുത്തു. വോളണ്ടറി റിട്ടയർമെൻറ്റ് എടുത്തിട്ട് അവർ സൗദിക്ക് പോയിട്ട് സൗദിയിൽ കുറേ കാലം അവർ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നാണ് പിന്നെ അവർ തിരിച്ചെത്തിയത്. കരോലിൻ ഡോക്ടറാണ്, MBBS പാസ്സായ കുട്ടിയാണ്. അത് ചൈനയിൽ നിന്നാണ് കുട്ടി പഠിച്ചത്. ആ കുട്ടി പഠനം പൂർത്തിയാക്കി അതിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങി തിരിച്ചെത്തി രണ്ടര മാസമായിട്ടേ ഉള്ളൂ. അപ്പോഴാണ് ഈ കൊലപാതകം നടക്കുന്നത്. പിന്നെ ലളിത എന്ന് പറയുന്നത് ഇവരുടെ വീട്ടിലെപ്പോഴും ഉള്ള ഒരു പ്രായമുള്ള സ്ത്രീയാണ്. അവർക്ക് എനിക്ക് തോന്നുന്നു അന്നൊരു 70 വയസ്സുണ്ട്. അവരൊരു പോളിത്തീൻ കവറിലാണ് അവരുടെ ബോഡി കിട്ടിയത്. അവരെ മാത്രം കത്തിച്ച് കളഞ്ഞിട്ടില്ല. അവരുടെ ബോഡി ഒരു പോളിത്തീൻ കവറിനകത്തിട്ട് അവരുടെ ആത്മാവ് മോചിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചാണ്, അതറിയില്ല. പോളിത്തീൻ കവറിലിട്ടിട്ട് ഒരു ബെഡ്ഷീറ്റിൽ ഒരു പിന്നെ നീലയും ചുവപ്പും ചേർന്ന കളറുള്ള ഒരു ബെഡ്ഷീറ്റിൽ പൊതിഞ്ഞ് വച്ചിരിക്കുകയായിരുന്നു അവരുടെ മൃതശരീരം. ബാക്കി 3 പേരും ഏതാണ്ട് പകുതിയിലധികം കത്തിപ്പോയിട്ടുണ്ടായിരുന്നു. ബാക്കി 2 പേരുടെയും ബാക്കി 3 പേരുടെയും. അങ്ങനെയായിരുന്നു ആ മൃതശരീരം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇയാൾ പറയുന്നത് ആസ്ട്രൽ പ്രൊജക്ഷനാണ് അതിനു വേണ്ടി. അതായത് ഏതാണ്ട് 10 വർഷമായി ഞാൻ ആസ്ട്രൽ പ്രൊജക്ഷനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അപ്പോൾ 10 വർഷമായി ഞാനിത് പഠിക്കുന്നുണ്ട്. അപ്പോൾ പഠിക്കുന്ന സമയത്ത് ഞാൻ പലപ്പോഴും പിന്നെ ഇത് ജീവിതത്തിലൊന്ന് പരീക്ഷിക്കണം എന്നുള്ളൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പരീക്ഷിച്ചതാണെന്നാണ് പോലീസിനോട് പറഞ്ഞത്. പോലീസ് പക്ഷേ ആ മൊഴിയൊന്നും വിശ്വസിച്ചില്ല. സാത്താൻ സേവക്കാരനായിരുന്നു. കമ്പ്യൂട്ടറിൽ അയാളുടെ സെർച്ച് ഹിസ്റ്ററിയിലൊക്കെ ഇങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ടായിരുന്നു. ഗൂഗിളിൻ്റെ സെർച്ച് ഹിസ്റ്ററിയിൽ ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ അയാളുടെ ഉണ്ടായിരുന്നു. പക്ഷേ അടിസ്ഥാനപരമായി ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരിക്കൽ ജോണേട്ടനോട് പറഞ്ഞു, പക്ഷേ അതൊരു ചാനലിലിരുന്ന് പറയാൻ പറ്റില്ല. ഒരു ചാനൽ ഈ ഒരു ഇതിലിരുന്ന് എനിക്കത് പറയാൻ പറ്റില്ല. ഇപ്പം ഞാൻ എൻ്റെ സ്വന്തം ചാനലിൽ പോയിരുന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷേ കേരള സ്പീക്കിലിരുന്ന് അങ്ങനെ ഒരു സാധനം പറയാൻ പാടില്ല, അത് പറയുന്നത് ശരിയല്ല. അപ്പോൾ പിന്നെ അങ്ങനെ കുറേ പ്രശ്നങ്ങളാണ് ഇയാളുടെ കാരണമെന്ന് അന്നൊരു ഡോക്ടർ എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു. ഇയാളുടെ ബേസിക് കാരണം പോലീസ് പറയുന്നത് വീട്ടുകാരോടുള്ള അടങ്ങാത്ത പകയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. കുറ്റപത്രത്തിലും അതൊക്കെ തന്നെ പറഞ്ഞിരിക്കുന്നത്.
വകയായിരുന്നു എന്നുള്ളത്. പിന്നെ ഇയാളും ഡോക്ടർ MBBS പഠിച്ചുകൊണ്ടിരുന്ന ആളാണ്. ഓ അത് ശരി. കേടൽ MBBS പഠിച്ചുകൊണ്ടിരുന്ന രണ്ടാം വർഷം കഴിഞ്ഞതാണ്. അയാൾക്ക് പിന്നെ നല്ല മാർക്കോട് കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ ഇയാൾക്ക് പെട്ടെന്ന് ഈ AI ഭ്രാന്ത് കയറി. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പഠിക്കാനുള്ള അമിതമായ ഒരു താല്പര്യം ഇയാൾക്ക് ഉള്ളിൽ കയറി. അങ്ങനെ ഇയാൾ ഈ പിന്നെ കോഴ്സ് വിട്ടു, MBBS വിട്ടു. MBBS വിട്ടിട്ട് ഇയാൾ ഓസ്ട്രേലിയയിൽ AI പഠിച്ചു. എപ്പോഴും സിസ്റ്റത്തോടാണ് താല്പര്യം, ഈ കമ്പ്യൂട്ടറിനോടാണ്. അതിലാണ് അയാളുടെ ലോകം. അയാൾക്ക് ഇവിടെ നാട്ടിലും സുഹൃത്തുക്കളൊന്നുമില്ല. അയാളെ +2 കഴിഞ്ഞപ്പോഴേ ഇവിടുന്ന് പാക്ക് ചെയ്തേ. +2 കഴിഞ്ഞപ്പോഴേ അയാൾ ഇവിടുന്ന് പോയതാണ്, ഓസ്ട്രേലിയയിലേക്ക് പോയതാണ്. പിന്നെ വർഷങ്ങളോളം കഴിഞ്ഞതിന് ശേഷമാണ് അയാൾ തിരിച്ചു വന്നത്. പിന്നെ ഇവരുടെ വീട്ടിലൊരു സ്ഥിരമായ ഒരു വേലക്കാരി ഉണ്ടായിരുന്നു, ഒരു ജോലിക്കാരി അവിടെ ഉണ്ടായിരുന്നു. ആ ജോലിക്കാരി ഈ ഇവരൊക്കെ മരിച്ച സമയത്തും അവിടെ ജോലി ചെയ്യുന്നുണ്ട്. അവർ മരിച്ച സമയത്തും ഈ പറയുന്ന പ്രൊഫസർ രാജാതങ്കം, ജീൻ പത്മ, കരോലിൻ, ലളിത, ഇത്രയും പേര് മരിച്ച ദിവസവും ആ ജോലിക്കാരി അവിടെ ഉണ്ട്. അവരൊന്നും ചെയ്തില്ല. അവരെടുത്ത് പറഞ്ഞു രാവിലെ ഭക്ഷണം ഉണ്ടാക്കുക, ടേബിളിൽ കൊണ്ടുപോകുക. അവരതുപോലെ ചെയ്തു വെച്ചിട്ട് അവർ പോകും. അങ്ങനെയാണ് അതിൻ്റെ രീതി. എനിക്ക് തോന്നുന്നു പിന്നെ ഇയാളുടെ പോലീസ് പറയുന്നു ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് പോലീസിനെ കബളിപ്പിക്കാൻ വേണ്ടി ഇയാൾ ഉണ്ടാക്കിയ ഒരു കഥയാണ് എന്നാണ് പറയുന്നത്. പക്ഷേ ആസ്ട്രൽ പ്രൊജക്ഷൻ്റെ ഒരുപാട് പിന്നെ ഈ ഗൂഗിൾ സെർച്ച് ഹിസ്റ്ററിയിൽ ഒരുപാട് ഇയാളുടെ ഉണ്ട്. അത് തിരുവനന്തപുരത്തെ ഹൈടെക്സിൽ കണ്ടുപിടിച്ചാണ്. അവർ സെർച്ച് ഹിസ്റ്ററി നമുക്ക് നോക്കാവുന്നതല്ലേ ഉള്ളൂ. അവർക്ക് എളുപ്പത്തിൽ നോക്കാം, പോലീസിനടുത്ത് നോക്കാം. പോലീസിന് വേണ്ട, നമുക്കെടുത്ത് സെർച്ച് ഹിസ്റ്ററി എന്തൊക്കെ സെർച്ച് ചെയ്തിട്ട് ഒരുത്തൻ്റെ സെർച്ച് ഹിസ്റ്ററി ഫോൺ എടുത്ത് നോക്കി സെർച്ച് ഹിസ്റ്ററി നോക്കി കഴിഞ്ഞാൽ അവൻ്റെ സ്വഭാവം എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അവൻ എത്രക്കാരനാണെന്ന് നമുക്ക് നിമിഷ നേരം കൊണ്ട് അവൻ്റെ സെർച്ച് ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും അവൻ ഏത് ടൈപ്പാണ്, അവൻ്റെ സ്വഭാവം. ഒരു ക്യാരക്ടർ പിടിക്കണമെങ്കിൽ അതാണ്. ഇപ്പം ഇടുക്കിയിലൊരു പീഡന കേസ്, ആ പീഡന കേസിൽ ഒരു തെളിവെന്ന് പറയുന്നത് അവൻ്റെ പ്രതിയുടെ സെർച്ച് ഹിസ്റ്ററിയാണ്. പ്രതി പിന്നെ എന്ത് സ്വഭാവക്കാരനാണ് എന്ന് തെളിയിക്കുന്നതിനായിട്ട് കോടതിയിൽ പിന്നെ ഹാജരാക്കിയ 128 തെളിവിൽ 71ാമത്തെ തെളിവ് ഇതാണ് ആ കേസിൽ. ഈ സെർച്ച് ഹിസ്റ്ററിയാണ്. അതായത് അവൻ്റെ ഫോൺ അവിടെ ഹാജരാക്കി, അവിടെ നിന്നുള്ള ഫോറൻസിക്കിൻ്റെ റിപ്പോർട്ട് കൊടുത്തു. അതായത് ഇവൻ ഇതൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ പക്ഷേ ഇവിടെ പോലീസ് അത് അംഗീകരിച്ചില്ല. കുറ്റപത്രം നമുക്ക് നോക്കുമ്പോൾ അതിനകത്തുള്ളതിനകത്ത് ഈ പറയുന്ന ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് പറയുന്ന കബളിപ്പിക്കലാണ് എന്നാണ്, പോലീസിനെ കബളിപ്പിക്കാനുള്ള ശ്രമം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ എന്തായാലും ജീവപര്യന്തം കൊടുക്കും, അത്രയേ ഉള്ളൂ. ജീവപര്യന്തം കൊടുക്കും. വധശിക്ഷയിലൊന്നും കേടലിൻ്റെ കാര്യത്തിൽ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അയാൾ പലതവണ മെഡിക്കൽ റിപ്പോർട്ട് എഴുതിയ ആളാണ്, മെൻ്റലി ചലഞ്ചഡ് ആണ് എന്ന് പലതവണ മെഡിക്കൽ റിപ്പോർട്ട് എഴുതിയ ഒരാളാണ്. അത് കോടതിയിലെയും വാദമായിരുന്നു, കോടതിയിലും വാദിക്കുന്നത് അത് തന്നെയായിരുന്നു. അയാളുടെ ഒരു പ്രത്യേകത, വളരെ പിന്നെ വലിയൊരു പ്രത്യേകത, ഇത്തരത്തിലുള്ള കേസ് വളരെ സീരിയസ് ആയിട്ടുള്ള ക്രൈം ചെയ്തിട്ടുള്ള പ്രതികളെ വിലങ്ങൊക്കെ വെച്ചല്ലേ കൊണ്ടുവരുന്നത്. കേടലിനെ വിലങ്ങൊന്നും കൊണ്ടുക്കില്ല. കേടൽ പോലീസുകാരോട് വളരെ വരും, അത് നടന്നിഞ്ഞു പോരും. അയാൾ നടന്ന് നേരെ കോടതി ചെന്ന് മാന്യമായിട്ട് അവിടെ അടങ്ങിയിരുന്നോളും. പിന്നെ ഇങ്ങനെയുള്ള ആളുകൾ കൂടുതലും ഈ കൊലപാതക കേസിലൊക്കെ പ്രതിയായിട്ടുള്ള ആൾക്കാരെ സാധാരണ ഞാൻ കണ്ടിട്ടുള്ളത് ഈ വൈറ്റ് ആൻഡ് വൈറ്റ് ആയിരിക്കും കോടതിയിൽ വരുമ്പോൾ. അത് കോടതിയുടെ, അതായത് ഏതോ കാലഘട്ടത്തിൽ ആരോ പറഞ്ഞു വെച്ചൊന്നാണ്. അതായത് പ്രതി എപ്പോഴും വൈറ്റ് ആൻഡ് വൈറ്റ് ആയിട്ട് വന്നിരിക്കണം, എങ്കിൽ മജിസ്ട്രേറ്റിനൊരു, ജഡ്ജിക്കൊരു അലിവ്, ഇവൻ നല്ലവനായി എന്നൊരു തോന്നലുണ്ടാകണമെങ്കിൽ ഈ വൈറ്റ് ആൻഡ് വൈറ്റ് എന്ന്. ശരിക്കും പറഞ്ഞാൽ അങ്ങനൊന്നുമില്ല. മജിസ്ട്രേറ്റിന് അങ്ങനെ ഒരു ചിന്തയൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ജഡ്ജിമാരെന്ന് അവർ തെളിവും സാഹചര്യ തെളിവും കാര്യങ്ങളും എല്ലാം തെളിവുകളും എല്ലാം ശേഖരിച്ചു കൊണ്ടുവരുന്ന സാധനത്തിന് അത് മാത്രമേ അവർ നോക്കുന്നുള്ളൂ. അവർ റിപ്പോർട്ട്, കുറ്റപത്രം എന്താണ്, കുറ്റപത്രത്തിനെ അടിസ്ഥാനപ്പെടുത്തുന്ന കുറ്റപത്രത്തിൻ്റെ പില്ലറുകൾ കറക്റ്റാണോ എന്നുള്ളതാണ് ജഡ്ജി നോക്കുന്നത്. ആ പില്ലറിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന് വീഴ്ചയുണ്ടെങ്കിൽ കേസിൽ എന്തുകൊണ്ട് അത് അങ്ങനെ സംഭവിച്ചു എന്നുള്ളിടത്ത് നിന്ന് കോടതിയുടെ ചോദ്യങ്ങൾ ആരംഭിക്കും. അങ്ങനെയാണ്. അല്ലാതെ വൈറ്റ് ആൻഡ് വൈറ്റ് ഇട്ടിട്ടോ ചന്ദനക്കുറി ഇട്ടിട്ടോ അവിടെ ചെന്ന് നിന്നിട്ടൊന്നും ഒരു കാര്യവുമില്ല. അത് കേൾക്കുന്ന ഏതെങ്കിലും കേസിലെ പ്രതികളുണ്ടെങ്കിൽ ആദ്യം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു സാധനമാണ്. വൈറ്റ് ആൻഡ് വൈറ്റ് ഒക്കെ മാറ്റിക്കോ, അതിലൊന്നും ഒരു കാര്യമില്ല. അതുപോലെ തന്നെ ചില അഡ്വക്കേറ്റ്സ് പറഞ്ഞു കൊടുക്കും, ഈ ഷർട്ടിൻ്റെ ബട്ടൺസ് ഉണ്ടല്ലോ, ഇതൊക്കെ ഇട്ടിട്ട് വന്നിരിക്കാൻ പറയും. അതിലും കാര്യമില്ല. കൈയൊക്കെ ഇങ്ങനെ മടക്കി ഇങ്ങനെ കയറ്റിക്കൊണ്ട് വരില്ല എന്നൊക്കെ പറയും. ഞാനിത് പറയുമ്പോൾ പണ്ട് അഭിഭാഷകൻ്റെ കേസ് ഡയറി എന്ന് പറഞ്ഞൊരു മമ്മൂട്ടി ചിത്രം ഉണ്ടായിരുന്നു. അതിനകത്ത് ഈ വില്ലൻ എന്ന് പറയുന്നത്, പ്രതി എന്ന് പറയുന്നത് ഈ മധുപാലാണ്. അപ്പോൾ മധുപാലിനെ പിടിക്കുമ്പോൾ ഇങ്ങനെ മുടിയൊക്കെ നീട്ടി വളർത്തി താടിയും കണ്ടാൽ തന്നെ റഫ് ലുക്കായിട്ടുള്ള ഒരാൾ. അപ്പം
കോടതിയിൽ കൊണ്ടുവരുന്ന സമയത്ത് വക്കീൽ, ആരാണ് വക്കീലിൻ്റെ വേഷം ചെയ്തതെന്ന് എനിക്ക് ഓർമ്മയില്ല, എനിക്കൊന്ന് നരേന്ദ്രപ്രസാദാണെന്ന് തോന്നുന്നു. നരേന്ദ്രപ്രസാദ് പറയും പോയി മുടിയൊക്കെ വെട്ടി ആദ്യം വൃത്തിയും മെനയായിട്ട് വാ. അങ്ങനെ ഈ പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, മുടിയൊക്കെ വെട്ടി നല്ല ഷർട്ടും മുണ്ടും ഒക്കെ എടുത്ത് ചന്ദനക്കുറിയൊക്കെ ഇട്ട് ജഡ്ജിയുടെ മുമ്പിൽ വരുന്നു. അങ്ങനെ കേടലിനെ ആ രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ജീവപര്യന്തം കൊടുക്കും. ജീവപര്യന്തം എന്ന് പറയും, ഒന്നുകിൽ ഇരട്ട ജീവപര്യന്തം എന്ന് പറയും. ഇരട്ട ജീവപര്യന്തം രണ്ടായിട്ട് അനുഭവിക്കണമെന്ന് പറയും. അതായത് ഇരട്ട ജീവപര്യന്തം ആകുമ്പോഴത്തേക്ക് രണ്ടായിട്ട് അനുഭവിക്കണം എന്ന് പറയുമ്പോൾ ഏകദേശം കേടൽ ഒരു 30 വർഷത്തോളം അങ്ങ് അകത്ത് പോകും, ജയിലിൽ കിടക്കണം. അയാളെ ഏറ്റെടുക്കാൻ ആരുമില്ല. ഏറ്റെടുക്കാൻ ആരുമില്ല. കോടതി ഒരു ഘട്ടത്തിൽ ചോദിച്ചു, നിങ്ങൾ ഈ മാനസിക ചികിത്സ നൽകാം, ആരെങ്കിലും ഏറ്റെടുക്കാനുണ്ടോ എന്ന് ചോദിച്ചു. ഒരു മനുഷ്യനും ഏറ്റെടുക്കാനില്ല, ആരുമില്ല. കേടലിനെ ഏറ്റെടുക്കാൻ ആരും വന്നില്ല, ബന്ധുക്കൾ ആരുമില്ല. ബന്ധുക്കൾ ആരുമില്ല. ഒരു ബന്ധുവുണ്ട്, ആ ബന്ധുവിന് ആ വീടാണ് വേണ്ടത്. ആ നന്ദൻകോട്ടെ 113 നമ്പർ ബെയിൻസ് കോമ്പൗണ്ടിലെ 113 നമ്പർ വീട്, ആ വീട് വേണം. അയാൾ അതിനു വേണ്ടിയുള്ള ഓട്ടത്തിലാണ്. അത് നേരത്തെ ഒരു പിന്നെ ഇൻഷുറൻസ് കമ്പനി അത് ജപ്തി ചെയ്തായിരുന്നു. ഇൻഷുറൻസിൻ്റെ കമ്പനി വന്നത് ജപ്തി ചെയ്ത സമയത്ത് ഞാൻ ഇവിടുത്തെ ഒരു മെയിൻ സ്ട്രീം മീഡിയയിലായിരുന്നു. അപ്പോൾ ഞാനത് വാർത്തയാക്കി, ഒരു ഇൻഷുറൻസ് കമ്പനി ഇത് ജപ്തി ചെയ്തിട്ടുണ്ടെന്ന്. ആ വാർത്ത കണ്ടിട്ടാണോ എന്ന് എനിക്കറിയില്ല. അതിനുശേഷം കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഒരു ബന്ധു കൊണ്ടുവന്ന് കോടതിയിൽ ഇത് ഫയൽ ചെയ്തു, ഇതിനെതിരെ പിന്നെ ഇത് കൊടുത്തു, ഹർജി ഫയൽ ചെയ്തു. അങ്ങനെ അത് ഫയൽ സ്വീകരിച്ച കോടതി അത് സ്റ്റേ ചെയ്തിരിക്കുക, ജപ്തി നടപടി. അതായത് ആരും ഇല്ല എന്നിരിക്കെ അത് മനസ്സിലാക്കിയ സ്വകാര്യ ഇൻഷുറൻസ് കമ്പനി പിന്നെ ബാങ്ക് പിന്നെ ഇത് ജപ്തി എടുത്തുകൊണ്ട് പോവുകയായിരുന്നു എന്നാണ്. ഒരു മനുഷ്യന് നോട്ടീസ് നൽകിയോ? ജീവിച്ചിരിക്കുന്ന അതിൻ്റെ ഒരു അവകാശം എന്ന് പറയുന്നത് കേടൽ മാത്രമാണ്. അല്ല, അങ്ങനെ ആയാലും അയാൾ ജയിലിൽ കിടന്നാലും അയാൾക്കല്ലേ ഇത് ക്രയവിക്രയം നടത്താൻ പറ്റുള്ളൂ, മറ്റേ ബന്ധുവിന് പറ്റുമോ? ഇല്ല. അയാൾ അതിൽ അവകാശം ഇനിയുള്ള അവകാശം, അതായത് രക്തബന്ധുവാണ് അയാൾ, ഈ മനുഷ്യൻ. അതായത് പ്രൊഫസർ ജീൻ പത്മയുടെ ബന്ധുവാണ്. എന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ രക്തബന്ധുവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനിയിപ്പോൾ കേടൽ വരില്ല എന്നുള്ള കാര്യം അയാൾക്ക് അറിയാം. അപ്പോൾ അയാൾക്കത് ക്രയവിക്രയം നടത്താൻ സാധിച്ചില്ലെങ്കിലും അയാൾക്ക് കോടതിയുടെ അനുമതി നേടിയെടുത്തു കഴിഞ്ഞാൽ അയാൾക്കത് ഉപയോഗിക്കാൻ പറ്റും. ആ വീടൊക്കെ വാടകയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ നല്ല റേറ്റ് കിട്ടും. കണ്ടിട്ടുണ്ടോ ആ വീട്? ഞാൻ കണ്ടിട്ടുണ്ട്. അതിൻ്റെ മുറ്റത്തൊരു പ്ലാവ് നിൽപ്പുണ്ട്, ഇഷ്ടംപോലെ ചക്കയുണ്ട് അതിൻ്റെ മുറ്റത്തേക്ക് ഇതിനകത്ത്. പിന്നെ ഒരു റംബൂട്ടാൻ നിൽപ്പുണ്ട് അപ്പുറത്തെ സൈഡിൽ. ഇഷ്ടംപോലെ പല വൃക്ഷങ്ങളാണ് ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പോഴും അതിൻ്റെ ഫ്രണ്ടിൽ അകത്തോട്ട് നമുക്ക് ജനലിൽ കൂടെ അകത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഫോട്ടോസും ആ കുട്ടിക്ക് കിട്ടിയ പിന്നെ മൊമെൻറ്റും ഒക്കെ കാണാം. എല്ലാം ഇരിപ്പുണ്ട് അവിടെ. അതുപോലെ തന്നെ സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ വീട്ടിൻ്റെ അന്ന് കത്തിച്ചതിൻ്റെ ഈ കരി ഉണ്ടല്ലോ, അത് കാണാൻ പറ്റും. ഞാൻ പോയിട്ടുണ്ടെന്നല്ല, ഒരുപാട് വട്ടം പോയിട്ടുണ്ട്. പിന്നെ കണ്ണടച്ച് വിട്ടാലും ഞാൻ അവിടെ ചെല്ലും, കറക്റ്റായിട്ട് അവിടെ ചെല്ലും. ക്ലിഫ് ഹൗസിൻ്റെ അവിടെ കൊണ്ട് നിർത്തി കണ്ണടച്ച് വിട്ടാൽ കണ്ണ് കെട്ടി വിട്ടാലും നമ്മൾ അവിടെ ചെല്ലും. ഒരുപാട് എല്ലാം പോയിട്ടുണ്ട്. അവിടെ ഒരു പ്രായമുള്ള മനുഷ്യനാണ് ഇത് ആദ്യം കാണുന്നത്. ഒരു പ്രായമുള്ള ഒരു മനുഷ്യൻ ഇങ്ങനെ നടന്നു പോകുമായിരുന്നു. അദ്ദേഹം ഈ പറയുന്ന പോലെ, ഞാൻ അദ്ദേഹത്തെ കുറ്റം പറയുന്നില്ല കേട്ടോ, അദ്ദേഹം ഒരു CCTV അവിടുത്തെ നാട്ടിലെ എല്ലാ കാര്യങ്ങളും അദ്ദേഹം അറിയും. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ നടന്നു പോയപ്പോൾ അദ്ദേഹം ഇങ്ങനെ നോക്കിയപ്പോൾ ഇത് തീ പടരുന്നു. ഒട്ടും മടിച്ചില്ല, അപ്പോൾ തന്നെ ഫയർഫോഴ്സ് വിളിച്ചു പറഞ്ഞു ആളി കത്തുന്നു. ഫയർഫോഴ്സ് വന്നു, അതായത് തീ കത്തുന്നു. അപ്പോൾ പിന്നെ ആരെ വിളിക്കേണ്ട? ഫയർഫോഴ്സിനെ അല്ലേ. അപ്പോൾ ഫയർഫോഴ്സ് വന്നപ്പോൾ ഫയർഫോഴ്സിൻ്റെ മുമ്പിൽ കൂടെ ഇവൻ അങ്ങോട്ട് ഓടുന്നത്. വീട്ടിൽ നിന്ന് പുറകുവശത്ത് നിന്ന് മതിൽ കൂടി ഇപ്പുറത്ത് ചാടി. അപ്പോൾ ഇപ്പുറത്ത് ഒരു ചുടുകട്ട കെട്ടിയ ഒരു വീടുണ്ട്. ആ ചുടുകട്ട കിട്ടിയ വീടിൻ്റെ കൂടി ഇപ്പുറത്തോട് ഓടിയിട്ട് അതിൻ്റെ മതിലെടുത്ത് ഇപ്പുറം ചാടി. ഇതിൻ്റെ മതിലെടുത്ത് ചാടുമ്പോഴാണ് മറ്റേ ഫയർഫോഴ്സ് മണിയൊക്കെ അടിച്ചുകൊണ്ട് വരുന്നത്. എന്നിട്ട് അതിൻ്റെ കൂടായിട്ട് അതിൻ്റെ അപ്പുറത്തോട് ഓടി നേരെ അപ്പുറത്ത് വന്നപ്പോഴത്തേക്ക് ഈ ഓട്ടോ വന്നു. ഓട്ടോക്കാരൻ ഇതിൽ സാക്ഷിയാണ്. ഈ കേസിൽ ഒരു സാക്ഷി ഓട്ടോ ഡ്രൈവറാണ്. ഇവനെ കേടലിനെ കൊണ്ടുപോയി റെയിൽവേ സ്റ്റേഷനിലാക്കിയ ആൾ. ഒരുപാട് സാക്ഷികളുണ്ട്, പ്രദേശവാസികളായിട്ടുള്ള ഒരുപാട് സാക്ഷികൾ ഉണ്ട്. ദൃക്സാക്ഷി ഇല്ലെന്നേ ഉള്ളൂ, ഐ വിറ്റ്നസ് ഇല്ല, ആരും കണ്ടിട്ടില്ല. പിന്നെ ആ ജോലിക്കാരി അവർ സാക്ഷിയാണ്, അവരൊന്നും കണ്ടിട്ടില്ല. പക്ഷേ അന്നേ ദിവസം ഈ അവരോട് ഇവൻ പറഞ്ഞിരുന്നു ഇവരെല്ലാവരും വിനോദ യാത്രയ്ക്ക് പോയെന്ന്. അങ്ങനെ പറഞ്ഞിരുന്നു. അതിൽ അവർ സാക്ഷിയാണ്. ഇവരവിടെ ഉണ്ടെന്നിരിക്കെ അവൻ ഈ കേടൽ അവരോട് പറഞ്ഞു അവർ വിനോദയാത്രയ്ക്ക് പോയിരിക്കുകയാണ്. അങ്ങനെ അവരെ സാക്ഷിയാക്കിയിട്ടുണ്ട്. ഒരുപാട് സാക്ഷികളുണ്ട്, ദൃക്സാക്ഷിയില്ല. എന്നാലും പക്ഷേ കേസ് തെളിയുമല്ലോ, സിമ്പിളാണ് കേസ് തെളിയിക്കാൻ വേണ്ടി പ്രത്യേകിച്ച്. പക്ഷേ കുറ്റപത്രം വായിച്ചപ്പോൾ ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. കുറ്റപത്രം വായിച്ചു കഴിഞ്ഞിട്ട് ജഡ്ജി ചോദിച്ചു പിന്നെ കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചില്ല എന്ന് പറഞ്ഞു. ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അത് പിന്നെ അഭിഭാഷകൻ പറഞ്ഞു കൊടുക്കും. ഞാൻ അഭിഭാഷകനെ കാണിച്ചു തന്നിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? കേടലിൻ്റെ അഭിഭാഷകനെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ശരി.